നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഉത്തരവാദിത്തപ്പെട്ട നേതാവായ ശശി തരൂർ ഗാന്ധിയെ വധിച്ചവരെ സഹായിക്കുന്ന മോദിയുടെ കൂടെ നിൽക്കണോ എന്ന് ആലോചിക്കണമെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയ പരിചയക്കുറവാണ് ശശി തരൂരിനെന്ന് KP അനിൽകുമാർ. മദ്യനിരോധനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും പ്രായോഗികമായി ആലോചിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും കെ മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ഉത്തരവാദിത്തപ്പെട്ട നേതാവായ ശശി തരൂർ ഗാന്ധിയെ വധിച്ചവരെ സഹായിക്കുന്ന മോദിയുടെ കൂടെ നിൽക്കണോ എന്ന് ആലോചിക്കണമെന്ന് കെ മുരളീധരൻ. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതെന്നും ഗാന്ധിയെ വധിച്ചവരെ സഹായിക്കുന്ന മോദിയുടെ കൂടെ നിൽക്കണോ എന്ന് ശശി തരൂർ ആലോചിക്കണമെന്നും കെ മുരളീധരൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. കാരണം അത് MP ആയതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അച്ചടക്കത്തിന്റെ സീമ ലംഘിച്ചോ എന്ന് പരിശോധിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. തെറ്റെന്ന് പറയുമ്പോൾ മോഡിയുടെ ഈ ലക്ഷ്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് സ്തുതിക്കുമ്പോഴും ഗാന്ധിജിയെ വധിച്ച ശക്തികളെ സഹായിക്കുന്ന സമീപനമാണ് അദ്ദേഹം ഇപ്പോൾ ദേശീയ തലത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൂരദർശൻ്റെ മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം ലൈവ് ടെലികാസ്റ്റായി ചെയ്തുൾപ്പെടെ ഗാന്ധി നിന്നയ്ക്കാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത്. അങ്ങനെയുള്ള മോഡി അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറിൽ, അതായത് ഇപ്പോൾ രാജ്യം ശുദ്ധീകരിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയേണ്ട നാട്ടുകാരെ പറ്റിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാജിക്കിൻ്റെ ഒരു ഭാഗമാകണോ വേണ്ടയോ എന്നുള്ളത് ശ്രീ ശശി തരൂർ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു. ഗാന്ധിയെ നിന്ദിക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും രാജ്യം ശുചീകരിക്കുക എന്നത് മോദിയുടെ വെറും നമ്പറാണെന്നും നാട്ടുകാരെ പറ്റിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശശി തരൂരിനെ പോലെയുള്ള വ്യക്തിയിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണമല്ല ലഭിച്ചതെന്നും രാഷ്ട്രീയപരമായ പരിചയക്കുറവാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും KP അനിൽകുമാർ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനെ പോലെയുള്ള വ്യക്തിയിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണമല്ല ലഭിച്ചതെന്നും രാഷ്ട്രീയപരമായ പരിചയക്കുറവാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും KP അനിൽകുമാർ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി വളരെ ഗൗരവത്തോടുകൂടിയാണ് അത് കാണുന്നത്. ശശി തരൂരിനെ പോലെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോഴും അദ്ദേഹം ഇന്നിപ്പോൾ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു BJP നേതാവിനെ പ്രശംസിച്ചുകൊണ്ട് BJPക്ക് ആവുന്നില്ല, BJPക്ക് തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളുമായി കൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു MP മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണും. അല്ല, അത് രാഷ്ട്രീയപരമായ പരിചയക്കുറവായിരിക്കാം ഒരുപക്ഷെ. അദ്ദേഹം വളരെ അറിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ രാഷ്ട്രീയപരമായ ഒരു പക്വത കുറവായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് കാരണം. അല്ല, അങ്ങനെ ഉണ്ടെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അദ്ദേഹം ഒരുപക്ഷെ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കാം ഈ പ്രശ്നത്തെ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് പാർട്ടി അങ്ങനെ നിഷ്കളങ്കതയോടുകൂടി അത് എടുക്കാൻ തയ്യാറല്ല, വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വളരെ നിഷ്കളങ്കപരമായി കണ്ടതായിരിക്കാം. പക്ഷേ കോൺഗ്രസിലെ ഒരു MP ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ കോൺഗ്രസ് ഇത് നിഷ്കളങ്കപരമായി കാണുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനിരോധനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും പ്രായോഗികമായി ആലോചിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും കെ മുരളീധരൻ ഗാന്ധിയൻ വിചാരവേദി കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനിരോധനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും പ്രായോഗികമായി ആലോചിച്ച് അതിന് പരിഹാരം കാണണമെന്നും മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി നിർത്തുകയാണ് വേണ്ടതെന്നും ഒറ്റയടിക്ക് പൂട്ടുന്നതിനുള്ള പ്രായോഗിക ചർച്ച ചെയ്തിട്ടില്ലെന്നും കെ മുരളീധരൻ ടൗൺഹാളിൽ നടന്ന ഗാന്ധിയൻ വിചാരവേദി കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിന്തിച്ചുകൊണ്ട് ഇതിന് പരിഹാരമാണ്. അല്ലാതെ നമ്മളിപ്പോ ആദ്യം 418 അടച്ചു തുറക്കണോ വേണ്ടതിനെ കുറിച്ച് ചർച്ചയായി, അത് വലിയ ഡിബേറ്റായിട്ട് മാറി, എല്ലാ ദിവസവും ചാനലുകളിൽ ചർച്ചയായി മാറി. അവസാനം തീരുമാനിച്ചാണ് 400 വേണ്ടോ അതിൽ എന്തിനാ അതുമായിട്ട് മാത്രം കൂട്ടുന്നത്, മൊത്തം കൂട്ടി കളയാം. അപ്പൊ അവിടെ കുറെ വികാരം ഭരിച്ചു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം.
ഇത് ഒറ്റയടിക്ക് കൂട്ടിയത് കൊണ്ട് ഉള്ള ഗുണദോഷങ്ങളെ കുറിച്ച് കാര്യമായിട്ട് ചർച്ച നടന്നില്ല. 418 വേണമെങ്കിൽ 310 വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്കാൻ തുടങ്ങി. ഗാന്ധി മരിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഗാന്ധിയൻ ആശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നും പുതുതലമുറയ്ക്ക് ചരിത്രവുമായി ഒരു ബന്ധവുമില്ല. വിദ്യാർത്ഥികൾക്ക് ചരിത്ര പഠനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KP അനിൽകുമാർ, ചാക്കുണ്ണി, PV ഗംഗാധരൻ, കൃഷ്ണ മൂസത്ത്, സെബാസ്റ്റ്യൻ, K മൊയ്തു, ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ P ഗോപിനാഥനെ ആദരിച്ചു. കോഴിക്കോട് RP മാളിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരനായ സത്യപ്രകാശ് സംഘർഷത്തിൽ മരണപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് RP മാളിൽ സംഘർഷമുണ്ടായത്. സിനിമാ ടിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ടിക്കറ്റ് റിസർവ് ചെയ്ത സംഘം സമയം തെറ്റി വന്നതിനാൽ പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചതാണ് സംഘർഷത്തിന് കാരണമായി പറയപ്പെടുന്നത്. ടിക്കറ്റ് കൌണ്ടറിലെത്തിയ സംഘം ടിക്കറ്റ് വിതരണക്കാരുമായി തർക്കത്തിലേർപ്പെടുകയും അത് തടയാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ബിബിനെയും സത്യപ്രകാശിനെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും സത്യപ്രകാശ് മരണപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി പ്രത്യക്ഷപ്പെടുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി സ്വീകരിക്കണമെന്ന KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ. ശശി തരൂരിന്റെ നടപടികൾ സംഘടനാ വിരുദ്ധമാണെന്നും സുബ്രഹ്മണ്യൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശശി തരൂർ MPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായാണ് KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തിയത്. നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി പ്രത്യക്ഷപ്പെടുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി സ്വീകരിക്കണമെന്ന് N സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. ഇത്തരം മോദി സ്തുതിയുമായി, മോദിക്ക് പിന്തുണയുമായി പ്രത്യക്ഷപ്പെടുന്ന ശശി തരൂരിന്റെ മേലിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഇത് 1-2 സംഭവമല്ല, നിരന്തരമായി മോദി സ്തുതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ മോദിക്ക് വലിയ സ്തുതിഗീതങ്ങളാണ് ട്വിറ്റർ വഴി ശശി തരൂർ നൽകിയത് എന്നതും ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ദേശീയ വക്താവ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരു കാരണവശാലും കോൺഗ്രസിന്റെ എതിരാളികളുടെ കയ്യിലെ കളിപ്പാവയായി മാറാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മാറുന്ന ശശി തരൂരിന്റെ നടപടി തീർത്തും സംശയാസ്പദമാണ്, ദുരൂഹമാണ്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവയായി ശശി തരൂർ മാറുന്നു. ശശി തരൂരിന്റെ നടപടി സംഘടനാ വിരുദ്ധമാണ്. തരൂരിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ അസംതൃപ്തിയുണ്ടെന്നും N സുബ്രഹ്മണ്യൻ പറഞ്ഞു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ സമാഹാരമായ ഇളംമഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ടാഗോർ ഹാളിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് കാരിക്കേച്ചർ ഷോയും സംഗീത സന്ധ്യയും അരങ്ങേറി. ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധപ്പെടുത്തുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ സമാഹാരമായ ഇളംമഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ടാഗോർ ഹാളിൽ നടന്നത്. MT വാസുദേവൻ നായർ പുസ്തകം പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ് പുസ്തകം ഏറ്റുവാങ്ങി. അബ്ദുൽ സമദ് സമദാനി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ പുസ്തകം പരിചയപ്പെടുത്തി. ഞാനും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും തമ്മിൽ 4 പതിറ്റാണ്ടിലധികമുള്ള ബന്ധമുണ്ട്. സാധാരണ ബന്ധമല്ല, വളരെ ആത്മബന്ധം. എന്റെ 2ാമത്തെ ചിത്രമായ അയലത്തെ സുന്ദരിക്കാണ് ആദ്യമായിട്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, VM കുട്ടി, നവാസ് പൂനൂർ, CP രാജശേഖരൻ, PV ഗംഗാധരൻ, PJ ജോഷ, ഭൂപേഷ് ബാബു, ജയരാജ് വാര്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കാരിക്കേച്ചർ ഷോയും സംഗീത സന്ധ്യയും അരങ്ങേറി. അമേരിക്കൻ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് മോദി സർക്കാർ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കൂട്ടിയതെന്ന് KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ 32ാം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറെ പ്രതീക്ഷകൾ നൽകിയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. ഇന്ത്യയിൽ കുത്തകകളെയും സ്വകാര്യ കമ്പനികളെയും സഹായിക്കുന്ന പ്രവണതയാണ് മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മോദി ഗവൺമെന്റ് വില കൂട്ടിയതെന്ന് KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ. ഒരു പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഇന്ത്യ രാജ്യത്ത് വേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ പ്രതീക്ഷകൾ, വാഗ്ദാനങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ പെട്രോളിയം, ഡീസലിന്റെ, പെട്രോളിന്റെ, പാചകവാതത്തിന്റെ ഒക്കെ വില അല്പം വർദ്ധിപ്പിച്ചിരുന്നു. ആ വർദ്ധിപ്പിച്ചപ്പോ BJP
അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും ഒക്കെ വില കുറയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റും UPA സർക്കാരും രാജ്യത്തെ റിലയൻസ് പോലുള്ള കുത്തകകൾക്ക് വേണ്ടിയാണ് ഈ വർധനമൊക്കെ ഇന്ത്യ രാജ്യത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ ഡോളറിന്റെ വില നിലവാരം 65 രൂപയാണ്. ഒരു ഡോളറിന്റെ ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് 65 രൂപയാണ്. എന്നാൽ ഇന്ന് അത് കുറഞ്ഞ് ഏതാണ്ട് 50 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 18 മാസക്കാലത്തിനകത്ത് ഏറ്റവും കുറഞ്ഞ അന്താരാഷ്ട്ര കമ്പോളത്തിലെ ക്രൂഡ് ഓയിലിന്റെ വില നിലവാരം ഇന്ന് നിലനിൽക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പോ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന്റെ വില നിലവാരത്തിനകത്ത് ഇത് കുറഞ്ഞു നിൽക്കുന്നത്. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 32ാം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPO ജില്ലാ പ്രസിഡന്റ് ME രാജൻ പരിപാടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് M രാജൻ, സമീർ, ടോമി ജോൺ, മോഹൻ പൊയിൽ, P രാമചന്ദ്രൻ, TC അബ്ദുറഹിമാൻ, E രാമകൃഷ്ണൻ, സതീശൻ KK, KP ബാലൻ, ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. ധന്വന്തരി നിധിയിലെ സ്വകാര്യ ട്രസ്റ്റ് പിരിച്ചുവിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃകയിൽ പ്രവർത്തിക്കണമെന്ന് ധന്വന്തരി നിധി സംരക്ഷണ സമിതി കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ധന്വന്തരി നിധിയുടെ സ്വകാര്യ ട്രസ്റ്റ് പിരിച്ചുവിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം മാതൃകയിൽ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകണമെന്ന് ധന്വന്തരി നിധി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും കൂട്ടായി ചേർന്നുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ മാതൃകയായ രൂപത്തിലേക്കുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു വടകരയിലെ ധന്വന്തരി ഡയാലിസിസ് നിധി സമാഹരണം. കൂട്ടായി രൂപീകരിച്ച ഏകദേശം 3.5 കോടി രൂപ ആ പ്രവർത്തനത്തിന്റെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ഭാഗഭാക്കായ CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗം ശ്രീഭാസ്കരനെ എന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഉണ്ടാക്കിയ ട്രസ്റ്റ് സ്വന്തം പേരിലുണ്ടാക്കിയ ട്രസ്റ്റിന്റെ ഭാഗമാക്കി മാറ്റിയതിനായി കുറെ മാസങ്ങളായി വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് ധന്വന്തരി ഡയാലിസിസ് നിധി സംരക്ഷണ സമിതി എന്ന നിലയിൽ പ്രക്ഷോഭം നയിക്കുകയാണ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഫൌണ്ടർ ട്രസ്റ്റിയായ ട്രസ്റ്റ് രൂപീകരിക്കാൻ CPIM തീരുമാനിച്ചതിനു പിന്നിലുള്ള ഉദ്ദേശത്തെപ്പറ്റി പാർട്ടി വ്യക്തമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ധന്വന്തരി നിധി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 11 ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തടമ്പാട്ടുതാഴം വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കേരള സീനിയർ സിറ്റിസൺ ഫോറം വയോജന വാരാചരണത്തോടനുബന്ധിച്ചായിരുന്നു വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൌൺസിലർ O സദാശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പ്രത്യേകമായ ഒരു ദിനം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ പ്രസക്തമായ സമയം, അതിന്റെ പ്രസക്തമായ കാര്യങ്ങൾ പറയാനെങ്കിലും ഈ ഒരു വാരാചരണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിനത്തിൽ കഴിയട്ടെ. അങ്ങനെ ലോക മനസാക്ഷിയെ വീണ്ടും ആ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം സംഘടിപ്പിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദിനത്തിൽ എനിക്ക് തോന്നുന്നു ഈ കേവലമായി അതിന്റെ ഉപരിതലത്തിൽ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല ഇത്. CK ഷീബ മുന്താസ് ക്ലാസ് എടുത്തു. പരിപാടിയിൽ 50 വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ അംഗങ്ങളെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K അപ്പുക്കുട്ടി, K സോമൻ എന്നിവർ സംസാരിച്ചു. സൂര്യ ഫെസ്റ്റിവൽ ഈ മാസം 7 മുതൽ 11 വരെ കോഴിക്കോട് ടാഗോർ സെന്ററിനെ ഹാളിൽ നടക്കും. ദേശീയ അന്തർദേശീയ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിക്കും. സൂര്യ ഫെസ്റ്റിവൽ ഈ മാസം 7 മുതൽ 11 വരെ ടാഗോർ ഹാളിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആസ്വാദക സംഘടന എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഡിഫറൻറ്റ് ആർട്സ് കോഴിക്കോട്ടെ കലാസ്വാദകർക്ക് പരിചയപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സൂര്യയുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായത്. കഴിഞ്ഞ തവണ വളരെ ദേശീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള ആർട്ടിസ്റ്റുകളാണ് ലക്ഷ്മി ഗോപാലസ്വാമി, ശോഭന തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വളരെ ചെലവേറിയിട്ടുള്ള പരിപാടിയാണ്. നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ 365 ദിവസവും ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂര്യയുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു പ്രസ്ഥാനം.
അതുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ നടത്തുന്നത്. സൂര്യയുമായി സഹകരിച്ച് കോഴിക്കോട് കോർപ്പറേഷനും കലയും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും ചേർന്നാണ് പരിപാടി ഒരുക്കുന്നത്. ദേശീയ അന്തർദേശീയ കലാകാരന്മാർ ഫെസ്റ്റിന്റെ ഭാഗമായി പരിപാടികൾ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെഡിക്കൽ ആർട്സിന്റെ വാർഷികാഘോഷം ഈ മാസം 7 മെഡിക്കൽ കോളേജിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. മെഡിക്രിയോ ആർട്സിന്റെ വാർഷികാഘോഷം ഈ മാസം 7 മെഡിക്കൽ കോളേജിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. 14 ഒക്ടോബർ 7 ചൊവ്വാഴ്ച ബഹുമാന്യ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തദവസരത്തിൽ മുഖ്യാതിഥിയായി ശ്രീ M.I. ഷാനവാസ് MP അവർ പങ്കെടുക്കുന്നു. M.I. ഷാനവാസ് MP മുഖ്യാതിഥിയാകും. മെഡിക്രിയോ പ്രസിഡന്റ് AP സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. IMA അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ദക്ഷിണേന്ത്യൻ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ഈ മാസം 11-12 തീയതികളിൽ IMA ഹാളിൽ നടക്കും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A.V. ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ദക്ഷിണേന്ത്യൻ സമ്മേളനവും 21ാമത് സംസ്ഥാന സമ്മേളനവും ഈ മാസം 11-12 തീയതികളിൽ നടക്കും. സമ്മേളനം IMA പ്രസിഡന്റ് ഡോക്ടർ A.V. ബാബു ഉദ്ഘാടനം ചെയ്യും. IMAയുടെ അക്കാദമിക് വിഭാഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചാപ്റ്ററുകളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് അടക്കം 9 നാഷണൽ അവാർഡുകൾ ലഭിച്ച ഒരേ ഒരു ബ്രാഞ്ചാണ്, ഒരേ ഒരു ചാപ്റ്ററാണ് കേരള ചാപ്റ്റർ. ഈ ചാപ്റ്റർ എല്ലാ വർഷവും 2 അവാർഡുകൾ കൊടുക്കാറുണ്ട്. അതിൽ ഒന്ന് ഒരു റിസർച്ച് പേപ്പർ, ബെസ്റ്റ് സയന്റിഫിക് റിസർച്ച് പേപ്പറിന് വേണ്ടി കൊടുക്കുന്ന അവാർഡാണ്. അത് ഈ പ്രാവശ്യം ഡോക്ടർ ഈപ്പൻ സാമുവൽ മെമ്മോറിയൽ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഡോക്ടർ ഷീല നമ്പൂതിരി, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനറ്റിക് വിഭാഗം, റിമറ്റോളജി ആൻഡ് ജനറ്റിക് വിഭാഗം അഡീഷണൽ പ്രൊഫസറാണ്. വിവിധ വിഭാഗങ്ങളിൽ മെഡിക്കൽ ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഉത്തരവാദിത്തപ്പെട്ട നേതാവായ ശശി തരൂർ ഗാന്ധിയെ വധിച്ചവരെ സഹായിക്കുന്ന മോദിയുടെ കൂടെ നിൽക്കണോ എന്ന് ആലോചിക്കണമെന്ന് K. മുരളീധരൻ. രാഷ്ട്രീയ പരിചയക്കുറവാണ് ശശി തരൂരിനെന്ന് KP അനിൽകുമാർ. മദ്യനിരോധനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും പ്രായോഗികമായി ആലോചിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും K. മുരളീധരൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.